സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന രാജ്യവ്യാപക പണിമുടക്ക് സമ്പൂർണ്ണം. ദില്ലിയിൽ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. CITU അടക്കം 10 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത മോദി സർക്കാരിനെതിരെയാണ് തൊഴിലാളികൾ സംഘടിച്ചത്. ദില്ലിയിലെ വിവിധയിടങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ കർഷകരടക്കം ആയിരക്കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. ദില്ലി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പണിമുടക്ക്. രാജ്യത്തിന്റെ സ്വയംഭരണം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് പണിമുടക്കെന്നും എല്ലാ MP-മാരുടെയും പിന്തുണ പണിമുടക്കിനുണ്ടെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. ഈ സമരമെന്നത് കേവലം ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും 2-3 വിഭാഗങ്ങളുടെയോ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലെന്നും മറിച്ച് ഈ രാജ്യത്തിന്റെ താല്പര്യം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, സ്വയംഭരണം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ഈ രാജ്യത്തിന്റെ അവകാശങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തിന് തീരെഴുതാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണെന്നും പാർലമെന്റിൽ ഉന്നയിക്കുകയുണ്ടായി. പണിമുടക്ക് ഒരു തുടക്കമാണെന്നാണ് പ്രതിഷേധക്കാർ നൽകുന്ന സൂചന. ഒഡീഷ, ഹരിയാന, UP, രാജസ്ഥാൻ തുടങ്ങി 650-ലധികം കേന്ദ്രങ്ങളിലും പണിമുടക്ക് പൂർണ്ണമാണ്. ദില്ലി യൂണിയൻ ജേർണലിസ്റ്റ് സംഘടനയും KUWJ ദില്ലി ഘടകവും ലേബർ കോഡിനെതിരെയുള്ള പണിമുടക്കിന്റെ ഭാഗമായി കേരള ഹൗസ് പരിസരത്ത് നിന്ന് ജന്തർ മന്ദിറിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉത്തരേന്ത്യയിലുടനീളം നടന്നത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക എന്ന ആവശ്യത്തോടെ CITU അടക്കമുള്ള ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദില്ലിയിലെ പ്രതിഷേധ നഗരിയിൽ നിന്നും ക്യാമറമാൻ കിരൺ ദാസിനോടൊപ്പം ഫെമിന.